ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ട്രെയിനിൽ സീറ്റ് തർക്കമുണ്ടായതിനെ തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയുമായി നടന്ന കൊലപാതകവും സംഘികളുടെ തലയിൽ കൊണ്ടിട്ട് ബീഫിന്റെ പേരിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ആ കള്ളക്കഥ ഇന്നും തുടരുകയാണ്. തന്നെയുമല്ല, എന്തിൻ്റെയൊക്കെ പേരിലായിരുന്നാലും ശൂലത്തിൽ കുത്തിയെടുത്തതും ഗർഭാശയം കുത്തിത്തുരന്നതും ഇതുവരെ നമുക്ക് ബാക്കി എല്ലാവരുടെയും ഇരകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫാറൂഖിൻ്റെയൊക്കെ അനുസ്മരണ ചടങ്ങുകളിൽ ഞങ്ങൾ സംഘടിപ്പിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ കൊണ്ടുവന്ന് യുക്തിവാദി സംഘം അവർക്ക് സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഇരകളെ നമുക്കറിയാം. പക്ഷെ ഇതുവരെ ഇത്രയും വലിയ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ട് ഈ ഗർഭപാത്രത്തിൽ നിന്ന് കുട്ടിയെടുത്ത ശൂലം ഇതൊന്നും ഇതുവരെ എങ്ങും തിരിയാത്ത കാര്യങ്ങളാണ്. ഇരിക്കട്ടെ, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. നുണകൾക്കും കെട്ടുകഥകൾക്കും അനാവശ്യങ്ങൾക്കുമൊക്കെ ആയിരിക്കും കൂടുതൽ ആളുകൾ ഉണ്ടാക്കുക. അങ്ങനെയാണല്ലോ, നെഗറ്റീവ് എനർജിയാണ് ഇപ്പോൾ പലരെയും കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഈ അഖ്ലാഖിന് 10 ലക്ഷം രൂപ കൊണ്ടുപോയ കേരളത്തിലെ പ്രതിനിധികളെ ഒന്നും നമ്മൾ പറയണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്പഷ്ടമായ ഒരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു ഫാറൂഖിന്റെ വിഷയം. ഫേസ്ബുക്കിൽ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടു. ഇതാണ് ആ യുവാവ് ചെയ്ത തെറ്റ്. മക്കളും ഭാര്യയും മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ കോയമ്പത്തൂരുകാരനായ ഉക്കട സ്വദേശി ഫാറൂഖിനും ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ഫാറൂഖിന് നീതി ലഭിച്ചോ? വീട്ടിൽ നിന്ന് സൗഹൃദത്തോടെ വിളിച്ചിറക്കി തോളിൽ കൈയിട്ട് പുറത്തോട്ട് കൊണ്ടുപോയിട്ട് അവന്റെ തലയെടുത്തവർക്ക് ജാമ്യം കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് നീതിന്യായ വ്യവസ്ഥയൊക്കെ എന്തിനാണെന്ന് തോന്നിപ്പോകുകയാണ്. സാധാരണക്കാരായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമുക്ക് അങ്ങനെ തോന്നുന്നത് എന്ന് തോന്നുന്നു. ഫേസ്ബുക്കിലൂടെ ഇസ്ലാമിക വിമർശനം നടത്തി അതിന്റെ പേരിലാണ് ഐസിസ് മോഡലിൽ തലയും ഉടലും വേറെ വേറെയായി. കോയമ്പത്തൂരിലെ യുക്തിവാദിയും ദ്രാവിഡർ വിടുതലൈ കഴകം പ്രവർത്തകനുമായ എച്ച് ഫാറൂഖ്, അദ്ദേഹത്തിന്റെ കേസിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. ഇതിനൊക്കെ ശേഷം ഫേസ്ബുക്കിൽ ഇസ്ലാം മത വിമർശനം നടത്താൻ ആളുകൾ ഭയന്നോ? ഇല്ല. ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്ത ശേഷം ഇസ്ലാമിക വിമർശനത്തിന് അറുതിയുണ്ടായോ കേരളത്തിലെ നവമാധ്യമങ്ങളിൽ? ഇല്ല. അപ്പോൾ ഭയപ്പെടുത്തി പരാജയപ്പെടുത്താമെന്ന് ധരിക്കരുത്, അത് മൗഢ്യമാണ്. വിമർശിക്കുന്ന ഒരാളുടെ വായ അടയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ 1000 ആളുകൾ അതിനേക്കാൾ കൂടുതൽ പകിട്ടോടുകൂടി നിറഞ്ഞു നിൽക്കും നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി. ഇന്ത്യയിൽ നടന്ന ഐസിസ് മോഡൽ കൊലപാതകമായിരുന്നിട്ടും പ്രതികൾ 6 പേരും കുറച്ചു കാലത്തിന് ശേഷം ജാമ്യത്തിൽ ഇറങ്ങുകയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ചേകനൂർ മൗലവിയുടെ ഘാതകർ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ? ആളിപ്പോഴും സ്വസ്ഥമായി സ്വൈരവിഹാരം നടത്തുന്നുണ്ട് ഇവിടെ. കേസിന്റെ ഫോളോപ്പിന് പോകാൻ ആളില്ല. ഞാനൊക്കെ സംഘടന വിട്ടു, പിന്നെ ആരുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ചേകനൂർ മൗലവിയുടെ മക്കളാണെങ്കിൽ പടച്ചോൻ അവർക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ പിന്നെ കേസിന് അത്രയും പോകാൻ പാടില്ലായിരുന്നു. പടച്ചോനെ മാത്രം അങ്ങ് ഡിപ്പെൻഡ് ചെയ്താൽ മതിയായിരുന്നു. കേസ് മുന്നോട്ട് കൊണ്ടുപോയ സാലിം ഹാജി മരിച്ചുപോയി. സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയതിന്റെ പേരില് ഇപ്പോൾ ആ 6 പേരുടെയും ജാമ്യം റദ്ദാക്കി കോയമ്പത്തൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. പെരിയാർ EV രാമസ്വാമി നായ്ക്കരുടെ ആരാധകനായിട്ടായിരുന്നു ഫാറൂഖ് വളർന്നത്. അങ്ങനെയാണ് പെരിയോറിസ്റ്റ് സംഘടനകളൊക്കെയായ അതിലൊന്നായ ദ്രാവിഡർ വിടുതലൈ കഴകത്തിൽ അദ്ദേഹം അംഗമാകുന്നത്. പടച്ചോനും മതത്തിനും ജാതിക്കുമൊക്കെ താൻ എതിരാണെന്നും ഒരു മനുഷ്യനും താൻ എതിരല്ലെന്നും ആവർത്തിക്കുന്ന നിരവധി പോസ്റ്റുകളാണ് അദ്ദേഹത്തിൻ്റെതായി ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ മതം ഉപേക്ഷിച്ച് നിരീശ്വരവാദത്തിലേക്ക് നീങ്ങിയതോടെ ഫാറൂഖിനെ പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, പലരും താക്കീത് ചെയ്തു. പക്ഷേ തന്റെ നിലപാടുകളിൽ ആ യുവാവ് ഉറച്ചു തന്നെ നിന്നു. 2017 മാർച്ച് 16 രാത്രി 11 മണിയോടെ പൂണ്ടുകാട് കോർപ്പറേഷൻ അറവശാലയ്ക്ക് സമീപം വെച്ചിട്ടാണ് ഫാറൂഖിന്റെ തലയെടുക്കുന്നത്.
വിശ്വാസിയായ ഒരു അടുത്ത സുഹൃത്ത് ഫാറൂഖിനെ വീട്ടിൽ നിന്ന് വിളിച്ചു പുറത്തിറക്കി. പിതാവ് പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും ഫാറൂഖ് കേട്ടില്ല. ആ യാത്ര ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയാകുമെന്ന് പിതാവ് കരുതിയിട്ടില്ലെങ്കിൽ പോലും ഇവരെന്റെ മോനെ എന്തിനാ കൊണ്ടുപോകുന്നത് എന്ന ഒരു സംശയം ആ പിതാവിന്റെ ഉള്ളിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക വിമർശനങ്ങളൊക്കെ പുകഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ IS തീവ്രവാദികളെ പോലെ ദയയുടെ ഒരു കണിക പോലും ഇല്ലാതെ, സഹജീവിയാണെന്ന് പോലും നോക്കാതെ എത്ര ക്രൂരമായിട്ടായിരുന്നു ഫാറൂഖിന്റെ തലയും ഉടലും ഇവർ വേർപെടുത്തിയത്. രണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കടവുളുണ്ട് എന്ന് പറയുകയും അല്ലാഹു അക്ബർ എന്ന് വിളിക്കുകയും ചെയ്താൽ തന്നെ വെറുതെ വിടാമെന്ന് അവർ പറഞ്ഞിട്ടും ഫാറൂഖ് വഴങ്ങുന്നില്ല. മനസാക്ഷിക്ക് നിരക്കാത്ത രൂപത്തിൽ ഒരു ജീവിതം എനിക്ക് വേണ്ട എന്ന് ഫാറൂഖ് തീരുമാനിക്കുന്നു. മനസാക്ഷിയെ വഞ്ചിച്ച് എനിക്കത് പറയാൻ സാധിക്കില്ല. എന്റെ ഇന്നത്തെ ബോധ്യമനുസരിച്ചിട്ട് എനിക്കത് പറയാൻ കഴിയില്ല. തുടർന്നാണ് ഈ കൃത്യം അവർ ചെയ്യുന്നത്. പോലീസിന് ഈ 6 പേരും കൊടുത്ത മൊഴിയിലെ FIR-ലുള്ളതാണിത്. ഫാറൂഖിന്റെ ഏതാനും സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്തു എന്നതല്ലാതെ സംഭവത്തിന്റെ സൂത്രധാരനെ ഇനിയും പിടിച്ചിട്ടില്ല. ജോസഫ് മാഷിന്റെ കൈയും കാലും എടുത്ത സവാദ് 1-ാം പ്രതിയാ. മഴവുമായിട്ട് കടന്നു കളഞ്ഞത് കക്ഷിയാ. 10 വർഷമാണ് സവാദ് കണ്ണൂര് ജീവിച്ചത്. അതിനുശേഷമാണ് ഇയാൾ കല്യാണം കഴിച്ച് 2 കുട്ടികളുമായത്. സുഖസുന്ദരമായിട്ട് ജീവിച്ചു. ഇവിടെ SDPIക്കാരന്റെ മകളെയും കിട്ടി. സൗദി അറേബ്യ, യമൻ, സിറിയ, അഫ്ഗാൻ, പാകിസ്ഥാൻ അവിടെയൊക്കെ ഇവര് പ്രതികളെ അന്വേഷിക്കുക. കണ്ണൂരുണ്ടായിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ ഫാറൂഖിന്റെ മരണം അർഹിക്കുന്ന പരിഗണന കൊടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഘപരിവാർ ആക്രമണങ്ങളിൽ ഗൗരി ലങ്കേഷും ധബോൽക്കറും ഗോവിന്ദ് പൻസാരയും എല്ലാം കൊല്ലപ്പെട്ടപ്പോഴുണ്ടായ പ്രതിഷേധത്തിന്റെ 100-1 പോലും ഫാറൂഖിന് വേണ്ടി ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു മാതൃഭൂമി സാഹിത്യോത്സവത്തിൽ ഫാറൂഖ് എന്ന നമ്മുടെ തൊട്ടടുത്ത് മതത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട കാര്യം ഡോക്ടർ MN കാരശ്ശേരി പറയുമ്പോൾ അത് പലരും കേട്ടതായിട്ട് പോലും നടിച്ചില്ല. AP അഹമ്മദ് പറഞ്ഞു, MN കാരശ്ശേരി പറഞ്ഞു, കേരള യുക്തിവാദി സംഘം, ഞങ്ങളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കേസിൽ സദ്ദാം ഹുസൈൻ, ഷംസുദ്ദീൻ, സഫർ അലി, അബ്ദുൽ മനാബ്, അക്രം സിന്ദ, അൻസാദ എന്നിവരുൾപ്പെടെ 6 പേർക്കെതിരെയാണ് പോലീസ് കേസ് ചാർജ് ചെയ്തത്. കോയമ്പത്തൂർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസ് നടക്കുന്നത്. അറസ്റ്റിലായ പ്രതികൾ ഇപ്പോൾ ജാമ്യത്തിലാണ്. ഈ കേസിന്റെ സാക്ഷിയായിട്ട് ഉൾപ്പെടുത്തിയ ഫാറൂഖിന്റെ സുഹൃത്ത് നെഹ്റുദാസ് കഴിഞ്ഞ വ്യാഴാഴ്ച ഈ കേസിൽ മൊഴിയെടുക്കാൻ കോടതിയിലെത്തിയപ്പോൾ ചിലർ ഭീഷണിപ്പെടുത്തിയതായിട്ട് കോയമ്പത്തൂർ റെസ്കോഴ്സ് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. ഇതനുസരിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി. തുടർന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സെൽവരാജ് കോയമ്പത്തൂർ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചു. പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ ഹർജി നൽകി. വെള്ളിയാഴ്ച ഹർജി പരിഗണിച്ച ജില്ലാ ചീഫ് സെഷൻസ് അഡീഷണൽ G വിജയ 6 പേരുടെ ജാമ്യവും റദ്ദാക്കി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ തീവ്രവാദ വിരുദ്ധ പോലീസിന് ഉത്തരവ് കൊടുത്തു. 2018 കോഴിക്കോട് ടൗൺ ഹാളിൽ ചേകനൂർ മൗലവി അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഫാറൂഖിന്റെ കുടുംബം എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് പിതാവ് R ഹമീദ് മാധ്യമങ്ങളോട് പറഞ്ഞത് മതത്തെ വിമർശിച്ചു എന്നത് മാത്രമാണ് തന്റെ മകൻ ചെയ്ത തെറ്റ് എന്നായിരുന്നു. 2008 ചേകനൂർ അനുസ്മരണം സംഘടിപ്പിച്ചത് ഞങ്ങളാണ്. ഞങ്ങളുടെ വേദിയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. മതത്തിനെതിരെ, ദൈവത്തിനെതിരെ സംസാരിച്ചു എന്നത് മാത്രമാണ് എന്റെ മകൻ ചെയ്ത തെറ്റ്. അതിനാണ് അവനെ മൃഗീയമായി ചെയ്തത്. അവന്റെ ഗതി മറ്റാർക്കും ഉണ്ടാകരുത് എന്ന ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്നാണ് മനുഷ്യൻ പറഞ്ഞത്. ഫാറൂഖിന്റെ പിതാവ് R ഹമീദ് മാധ്യമങ്ങളോട് കൃത്യമായി പറഞ്ഞു. മകന്റെ വിശ്വാസങ്ങളോട് ഹമീദിന് ആദ്യമൊന്നും യോജിപ്പുണ്ടായിരുന്നില്ല. എന്നാൽ തന്റെ ആശയത്തിൽ ഉറച്ചു നിന്ന തന്റെ മകന്റെ നിലപാടിനോട് പിന്നീട് ഹമീദിനും കുടുംബത്തിനും താല്പര്യം തോന്നുന്നു. ജീവൻ പോകും എന്ന് ബോധ്യമായ സമയത്ത് പോലും ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ, ആ കാപഠ്യം കാണിച്ചാൽ അവന് ജീവിക്കാമായിരുന്നു. പലരും ഇന്ന് കാപഠ്യത്തിന്റെ മുഖം മൂടിയെടുത്ത് അണിഞ്ഞ് എന്ത് സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി നിലപാടുകളെയും സത്യസന്ധതയെയും മനസാക്ഷിയെയും വഞ്ചിച്ച് കിട്ടുന്ന പണവും പോപ്പുലാരിറ്റിയും മാത്രം ലക്ഷ്യമാക്കി ആശയങ്ങളും ആദർശങ്ങളും മാറുമ്പോൾ, ചുവടുകൾ മാറ്റി ചവിട്ടുമ്പോൾ ഫാറൂഖ് എന്നും നമുക്കൊരു ധീര യോദ്ധാവാണ്. പോലീസിനോടും സമ്മതിച്ചു ആ പിതാവ്. പക്ഷേ ഫാറൂഖിനെ അവർക്ക് തോൽപ്പിക്കാൻ പറ്റുമായിരുന്നില്ല, ജീവൻ എടുക്കാനേ പറ്റുമായിരുന്നുള്ളൂ. ഞാൻ ആർക്കും അടിമയല്ല, എനിക്കാരും അടിമയല്ല എന്നായിരുന്നു തൻ്റെ മകൻ എപ്പോഴും പറയാറുണ്ടായിരുന്നത് എന്നും ഹമീദ് പറയുന്നു. അതിനുശേഷം
തമിഴ്നാട്ടുകാർ ഇസ്ലാം മത വിമർശനങ്ങളിൽ നിന്നും പിന്നോട്ട് പോയോ? ഇല്ല. കേരളത്തിന്റെ 100 മടങ്ങ് ശക്തിയിൽ വലിയ ഒരു വിഭാഗം യുവാക്കളാണ് പരസ്യമായി മതം വിടുന്നു, ഞങ്ങൾക്ക് കടവുളില്ല, തല വേണമെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കി പൊതുവിലിറങ്ങി പ്രതിഷേധ യോഗം നടത്തിയത്. ഫാറൂഖിന് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കാപട്യം പറയാമായിരുന്നു. വേണമെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് കാപട്യം കാണിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ മനസാക്ഷിയെ വഞ്ചിച്ച് കാപട്യത്തിന്റെ ലോകത്തിൽ കള്ളനായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് വേണ്ട എനിക്ക് ജീവൻ എന്ന് തീരുമാനിച്ച ആ ധീര യോദ്ധാവിനെ സ്മരിക്കുന്നു. നന്ദി.